എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് നിർവാണയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഓൾറെഡി ഇത് യൂട്യൂബിലൊക്കെ വൈറലാണ്. നിങ്ങളൊരുവിധം എല്ലാവരും ചിലപ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല നല്ല കുറുകിയ ചാറോട് കൂടിയൊക്കെയാണ് ഞാൻ ഇന്ന് ഈ നിർവാണം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന റെസിപ്പി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്തത്. പൊറോട്ട കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു. നല്ല കട്ടിയുള്ള പൊറോട്ട ആയിരുന്നു കേട്ടോ. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, നല്ല കട്ടിയായിരുന്നു. പക്ഷേ എന്നാലും ആ കറിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുതിർത്തൊക്കെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാത്തിനും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് അപ്പം, ദോശ, പുട്ട് എന്തിനിടെ വേണമെങ്കിലും ഈ ഒരു പ്രോൺസ് നിർവാണ കഴിക്കാൻ കേട്ടോ. എല്ലാത്തിനും കോമ്പിനേഷനായിട്ട് പോകും. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാമേ. അപ്പോൾ 1 കിലോ കൊഞ്ചിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൽ വേണ്ടത് മെയിൻ താരം മല്ലിയില തന്നെയാണ്. അപ്പോൾ നല്ല ഒരു പിടി മല്ലിയില എടുത്തോളൂ. അടുത്ത നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഞാനൊരു ചെറിയ സ്ട്രാൻഡ് ആയതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ സ്ട്രാൻഡൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 7 അല്ലി വെളുത്തുള്ളി. എൻ്റെ വെളുത്തുള്ളിയും വലുതാണ്, അതുകൊണ്ട് ഞാൻ 7 അല്ലി എടുത്തു. നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് വേണം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, മുഴുവൻ പെരിഞ്ജീരകമായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വിനാഗിരി, അതുപോലെ വലിയൊരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. മിക്സിയിൽ കൊണ്ടുവച്ച് അടിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കണം കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളമൊന്നും ആയി പോകരുത് കേട്ടോ. നമ്മുടെ പ്രോൺസിൽ ഇത് പിടിക്കത്തില്ല വെള്ളം കൂടി പോയാലേ. അപ്പോൾ അത് മാറ്റി വെച്ച ശേഷം നമുക്ക് പ്രോൺസ് എടുക്കാം. ഇനി നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് മുഴുവനായിട്ടും നമുക്ക് ഈ പ്രോൺസിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കൊഞ്ചിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് കുറഞ്ഞത് നിങ്ങളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് തലേന്ന് രാത്രിയിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. സമയം കൂടുതലുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂറൊക്കെ വെച്ചാൽ വളരെ നല്ലതായിരിക്കുമേ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഈ പ്രോൺസ് എല്ലാം അതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പ്രോൺസ് ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. അതായത് ഒരുപാട് നേരം നമ്മൾ എണ്ണയിലിട്ട് പ്രോൺസ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബറിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് പോകും. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരിക്കലും പ്രോൺസ് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. വേഗം കുക്കാവുന്ന ഒരു ഫിഷാണ് കേട്ടോ ഈ പ്രോൺസ്. നിങ്ങൾ ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്ത് വേണം നമുക്ക് കൊഞ്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാം ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാൻ ഷാലോ ഫ്രൈ ചെയ്ത് കോരി മാറ്റുന്നുണ്ടേ. അപ്പോൾ കൊഞ്ചെല്ലാം ഫ്രൈ ചെയ്ത് കോരി മാറ്റിയ ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് കുറച്ച് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ നമുക്ക് അതൊന്ന് തയ്യാറാക്കി എടുക്കാമേ. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 കപ്പ് തേങ്ങ, അതായത് ഒരു പകുതി മുറി തേങ്ങ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട ശേഷം ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതിൻ്റെ 1-ാം പാൽ ആദ്യം പിഴിഞ്ഞെടുക്കണേ. അതിനുശേഷം ഒരു 1.25 കപ്പോ 2 കപ്പോ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് 2-ാം പാലും പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. അപ്പോൾ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞ് മാറ്റി വെച്ച ശേഷം നമുക്കിനി നേരത്തെ പ്രോൺസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാലൻസ് ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി നന്നായിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്തോളൂ. അതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, അത്രയും ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾ ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് മാരിനേറ്റ് ചെയ്ത മസാല ഉണ്ടല്ലോ, അതിൽ കുറച്ച് ബാലൻസ് മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മസാല മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 സെക്കൻഡ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഇനി നമുക്കൊരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം.
അപ്പോഴേക്കും അരപ്പൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഉപ്പ് കുറവോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തോളൂ. കുറച്ച് നേരം കൂടി തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്നിങ്ങനെ തെളിഞ്ഞ് വരും. ആ സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങയുടെ 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത ഉടനെ തന്നെ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. പാനിൻ്റെ ചൂടിൽ തന്നെ ഇരുന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തോളൂ കേട്ടോ അപ്പം തന്നെ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. തണുക്കുമ്പോഴാണ്, കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് അത് ആ ഒരു കറക്റ്റ് പാകത്തിലെത്തുന്നത്. ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഞാൻ വളരെ വീക്കായിട്ടുള്ളൊരു പാർട്ടാണിത്, എനിക്ക് ഒട്ടും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഗാർണിഷിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, അത് കുളമായിട്ടുണ്ടെങ്കിലും കറിയുടെ ടേസ്റ്റിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.